Hello guys, welcome back to another video of Mallu Tech. ഇന്ന് കയ്യിലിരിക്കുന്നത് വിവോയുടെ V17 Pro എന്ന മോഡലാണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിവോ എന്ന പേരിൽ മാത്രം അത് റീസ്റ്റാർട്ട് ആയി കളിക്കുക. അതായത് ഓഫ് ആവുക ഓൺ ആവുക പിന്നെ ഓഫ് ആവുക ഓൺ ആവുക അങ്ങനെയുള്ളൊരു പൂർണ്ണമായിട്ട് അത് ഓണായി വരും. ഈ ഫോണിനകത്ത് പോപ്പപ്പ് ഫ്രണ്ട് സെൽഫി ക്യാമറാസ് ആണ് വരുന്നത്. ഇപ്പോൾ കാണുന്ന ഐഫോണുകളെ പോലെ ഡിസ്പ്ലേക്കകത്ത് വലിയ ഐലൻഡുകളൊന്നും കൊണ്ടുപോയി വെച്ചിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് ഫോൺ ബൂട്ടാവാൻ ആവശ്യമായ വോൾട്ടേജ് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇങ്ങനെ കംപ്ലൈന്റ് ഉള്ള ഫോണുകൾ ചാർജിൽ കുത്തി കഴിഞ്ഞാൽ ഫോൺ ഓൺ ആയിട്ട് വരും. അല്ലാത്ത പക്ഷം അതിങ്ങനെ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കും അത് കൺഫേം ചെയ്യാം അത് ബാറ്ററിയുടെ ഇഷ്യൂ തന്നെയാണെന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ ബാറ്ററി മാറ്റാൻ തന്നെ തീരുമാനിച്ചു. ഈ ഒരു ഫോണ് ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. ബാക്ക് വഴി അഴിക്കുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കെയർ ചെയ്തിട്ട് വേണം ഫോൺ അഴിക്കാനായിട്ട്. ഈ ഫോൺ അഴിക്കാൻ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റും അതുപോലെ ഫാൽക്കൺ 530 എന്ന് പറയുന്ന ഒരു കെമിക്കൽ സ്പ്രേയും കൂടെയാണ്. ബാക്ക് ഗ്ലാസ് ഫോണിൻ്റെ ഫ്രെയിമിൽ ഒട്ടിയിരിക്കാനായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആ ഗമ്മ് ഉരുക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൽക്കൺ 530 നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും അത് അമിതമായി ഫോണിൻ്റെ അകത്തേക്ക് അടിക്കാൻ പാടുള്ളതല്ല. കാരണം അത് ഡിസ്പ്ലേക്കകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ തന്നെ മൊത്തമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബാക്ക് ഗ്ലാസ് ഒക്കെ അഴിച്ചെടുക്കുന്ന സമയത്ത് വളരെ പതുക്കെ വേണം അഴിച്ചെടുക്കാനായിട്ട്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ ക്വാളിറ്റിയിൽ പിന്നെ വേറെ എവിടെയും കിട്ടാൻ പാടായിരിക്കും. ഞാൻ സർവീസ് ചെയ്ത ഫോണുകളിൽ ഏറ്റവും കംപ്ലൈൻറ്റ് കുറഞ്ഞ ഫോൺ വിവോയുടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവോയുടെ ആദ്യത്തെയൊക്കെ ഫോണുകളുടെ ബിൽഡ് ക്വാളിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ഡെയിലി യൂസിന് പറ്റിയ ഫോൺ വിവോ തന്നെയാണെന്ന് തോന്നിപ്പോ. കാരണം മേജർ കംപ്ലൈന്റുകൾ ഇതിന് വളരെ കുറവാണ്. ഈ ഫോൺ ആകെ സർവീസിന് വരുന്നത് താഴെ വീണ് പൊട്ടിയ ഡിസ്പ്ലേ മാറ്റാൻ, അതുപോലെ ബാറ്ററി, അതും ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ബാറ്ററി മാറ്റാൻ വരുന്നത്. പിന്നെയുള്ളത് ചാർജിങ് പിന്നാണ്. ചാർജിങ് പിൻ ഇപ്പോൾ C ടൈപ്പ് ആയതോടുകൂടി പിന്നെ അതും ഇല്ല. C ടൈപ്പ് അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല. പഴയ മോഡൽ നോർമൽ പിന്നാകുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുമായിരുന്നു. അത് മാറ്റാനും മാത്രമായിട്ടാണ് വിവോ വന്നിരുന്നത്. വൺസ് അഗൈൻ ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ വല്ലാതെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിപക്ഷം പേരും ഒരുപക്ഷെ V17 Proയുടെ ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് എത്രയാവും എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും കാണുന്നത്. മറ്റൊരു വിഭാഗം ഒരുപക്ഷെ ബാറ്ററി റീപ്ലേസ്മെന്റ് എങ്ങനെ ചെയ്യാമെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരുപക്ഷെ വിവോ V17 Pro എങ്ങനെ അഴിച്ചെടുക്കാം എന്ന് നോക്കുന്നവരും ഉണ്ടാകും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതാണ് എനിക്കും സന്തോഷം. മൊബൈൽ എങ്ങനെ അഴിക്കാമെന്ന് കണ്ട് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. പൊട്ടാൻ സാധ്യതയുള്ള ബാക്ക് ഗ്ലാസ് ഒക്കെ നല്ല സൂക്ഷിച്ച് കെയറോടെ നമ്മൾ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ അഴിക്കുമ്പോഴുള്ള റിസ്ക് അവിടെ കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ വരട്ടെ. ആദ്യമേ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാതെ മറ്റ് സ്ട്രിപ്പുകളെല്ലാം അഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫോൺ ഡെഡ് വരെ ആയേക്കാം. കാരണം ഫോണിൻ്റെ മദർ ബോർഡിലൂടെ വോൾട്ടേജ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റ് കണക്ടറുകൾ റിമൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കണക്ടറിലുള്ള പിന്നുകൾ തമ്മിൽ ടച്ചായി ബോർഡ് മൊത്തത്തിൽ ഷോർട്ടായി അടിച്ചു പോകാനുള്ള സാധ്യത വരും. ബാറ്ററി അഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിളാണെന്ന്. പക്ഷെ എത്ര സിമ്പിൾ അല്ല കേട്ടോ, നല്ല ടൈറ്റ് ഉണ്ടാവും. അത് അഴിച്ചെടുക്കുന്ന മാക്സിമം പവർ ഞാൻ കൊടുത്തത് വീഡിയോയിൽ കാണിച്ചില്ലെന്ന് മാത്രം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് അസംബിൾ ചെയ്യാൻ പോകുന്ന ബാറ്ററി. ശ്രീ പ്രീമിയം എന്ന കമ്പനിയുടെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബാറ്ററികൾ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. കൂടാതെ ഓൺലൈനും നമ്മൾക്ക് ധാരാളമായി കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ വാങ്ങുന്ന സമയത്ത് ബാറ്ററിയുടെ മുകളിൽ ഒരു മോഡൽ നമ്പർ ഉണ്ടായിരിക്കും. ആ മോഡൽ നമ്പർ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് അത് മാത്രം ഓർഡർ ചെയ്യുക. വേറെയുള്ള മോഡലുകളൊന്നും ഇതിന് സ്യൂട്ട് ആവില്ല. ഓൺലൈനിൽ നിങ്ങൾ ചിലപ്പോൾ ഫോണിൻ്റെ മോഡൽ അടിച്ചാൽ പോലും നിങ്ങൾക്ക് വേറെ പല ബാറ്ററികളായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ ബാറ്ററിയുടെ കണ്ടോ, BH1 എന്നാണ് ബാറ്ററിയുടെ മോഡൽ. അതുപോലെ 4040 mAh കപ്പാസിറ്റിയോട് കൂടിയാണ് ഈ ബാറ്ററി വരുന്നത്. അതേ സെയിം കപ്പാസിറ്റി ഉള്ള ബാറ്ററി തന്നെയാണ് നിങ്ങൾ രണ്ടാമത് റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ചില ആഫ്റ്റർ മാർക്കറ്റ് ബാറ്ററികൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് അതിനുള്ള ഗം സ്റ്റിക്കേഴ്സ് കിട്ടാറുണ്ട്. ഇതിനകത്ത് അതൊന്നുമില്ല. അത് ഓൾറെഡി നമ്മൾ ഫോണിൻ്റെ പാനലിൻ്റെ മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പുതിയതായിട്ട് ഗം ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കണക്ടറുകളും ഇട്ടതിന് ശേഷം മാത്രം ബാറ്ററിയുടെ കണക്ടർ സെറ്റ്. ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കറക്റ്റ് സിറ്റിംഗ് ആയി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക. അത് ആടിക്കളിക്കുക അല്ലെങ്കിൽ ലൂസായിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ടർ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഫിറ്റ് ചെയ്ത് ഫോൺ പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യണം. ആദ്യമേ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ചാർജ് കുത്തി നോക്കുക. ചാർജ് കയറുന്നുണ്ട്, ഓക്കെയാണ്. അതുപോലെ നമ്മൾ ആംബിയർ മീറ്റർ എന്നൊരു മെഷീൻ ഉണ്ട്. ആ ആംബിയർ മീറ്ററിൽ ആംബിയർ കറക്റ്റ് ആണോ നോക്കുക. 2.0 എന്ന ആംബിയർ ആണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ചാർജിങ് ആണ്. ഒരു 1.7 to 2.1 അതൊക്കെ ഓക്കെയാണ്. അതിലും കുറവോ കൂടുതലോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ചാർജിങ് പോർട്ടോ എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ നോക്കേണ്ടത് സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മളുടെ റിംഗ് ടൂൺ വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഫുൾ വോളിയത്തിലിട്ട് നോക്കുമ്പോൾ ഫോൺ ഓഫ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഫോൺ ഓഫ് ആവുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ചള്ളാണ്. അത് മാറ്റിയിട്ട് വേറെ നല്ല ബാറ്ററി വാങ്ങിയിട്ട് ഇടുന്നതായിരിക്കും ബെസ്റ്റ്. ഓഫ് ആവാതെ എല്ലാം നോർമലായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോൺ റീപാക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാ സ്ക്രൂവും നമ്മൾ മാക്സിമം ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഫോണിനകത്ത് പോപ്പപ്പ് ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ പല സ്ക്രൂവും പല അളവിലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഗ്യാപ്പ് അത് കറക്റ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് തന്നെ ഇടുക. ശേഷം ഫ്രെയിം എല്ലാം ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഗം അപ്ലൈ ചെയ്ത് ബാക്ക് പാനൽ ഫിക്സ് ചെയ്യുക.
ഫോണിൻ്റെ പുറകുവശത്ത് പഴയ ഗമ്മിൻ്റെ അവശിഷ്ടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ബാക്ക് പാനൽ കറക്റ്റ് സീറ്റിംഗ് വരില്ല. അതുമാത്രമല്ല വല്ല പൊടിയോ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക് പാനൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കഴിഞ്ഞ് പാക്കിങ്ങിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ചാർജ് ചെയ്ത് നോക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പാക്കിംഗ് സമയത്ത് ഏതെങ്കിലും സ്ട്രിപ്പുകളൊക്കെ ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നെ നമ്മൾ കസ്റ്റമർ കൊണ്ടുപോയതിന് ശേഷമാവും തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനും നല്ലതല്ലേ മുന്നേ ചെക്ക് ചെയ്യുന്നത്. ശേഷം ഇതുപോലെ നല്ല വൃത്തിക്ക് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കസ്റ്റമർ കയ്യിലേക്ക് കൊണ്ട് കൊടുത്താൽ കസ്റ്റമർ ഹാപ്പി. ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ഇട്ടാൽ ഞാനും ഹാപ്പി. സോ ദിസ് ഈസ് മല്ലു ടെക് ഇൻ ബാംഗ്ലൂർ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.